10 വർഷം മുൻപ് ധർമ്മസ്ഥല വിട്ട് തിരികെ എത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിലെ ജൈനക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളമായി ഉള്ളിലൊതുക്കിയ കുറ്റബോധം പുറത്തറിയിച്ചതോടെ രാജ്യം ഞെട്ടി. 1998 മുതൽ 2014 വരെ 15 വർഷക്കാലം ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന കാലത്ത് മറ്റാരുടെയൊക്കെയോ ആജ്ഞയിൽ ഒരു നിർവാഹവുമില്ലാതെ സ്വന്തം കൈകൊണ്ട് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ നേത്രാവതിയുടെ തീരത്ത് പരന്നുകിടക്കുന്ന 400 ഏക്കർ വനപ്രദേശത്ത് അങ്ങിങ്ങായി കുഴിച്ചിട്ടു. ഇക്കൂട്ടത്തിൽ സ്കൂൾ കുട്ടികൾ മുതൽ ഭിക്ഷയാചിച്ച് ഉപജീവനം നടത്തുന്ന സാധു സ്ത്രീകൾ വരെയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. മലയാളി സ്ത്രീകളും ഇക്കൂട്ടത്തിലുണ്ട്. വിസമ്മതിച്ചപ്പോൾ അതിക്രൂരമായി മർദ്ദിച്ചാണ് ക്ഷേത്ര സൂപ്പർവൈസേഴ്സ് തന്നെ കൊണ്ട് കുടുംബാതകം ചെയ്യിപ്പിച്ചത്. 1998 മുതൽ 2013 വരെ കാലയളവിൽ വിവിധ ട്രസ്റ്റി സൂപ്പർവൈസേഴ്സാണ് ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. സൂപ്പർവൈസേഴ്സും ആരുടെയോ ആജ്ഞാനുവർത്തികളായിരുന്നുവെന്ന സംശയവും ബലപ്പെടുന്നു. കൊല്ലപ്പെട്ടത് ആരെന്നറിയില്ല, കൊന്നതാരെന്നറിയില്ല. അറിയാവുന്നത് ഒന്നു മാത്രം: താൻ കുഴിച്ചിട്ട മനുഷ്യർക്കായി ഇന്നും കാത്തിരിക്കുന്ന, നിയമപോരാട്ടം നടത്തുന്ന ഒരുപാട് പേരുണ്ടെന്ന യാഥാർത്ഥ്യം മാത്രം. ശുചീകരണ തൊഴിലാളിയോട് കോടതിയിലെത്തി മൊഴി നൽകാൻ ആവശ്യപ്പെട്ടു. മുഖം മറച്ചെത്തിയ അദ്ദേഹം ഒരു കറുത്ത ബാഗും കൊണ്ടാണ് കോടതിയിലെത്തിയത്. ബാഗിൽ താൻ കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥികളാണെന്നാണ് അറിയിച്ചത്.